ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഈ 3 കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. വേറെ ഒന്നുമല്ല, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. അതായത് ചില വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ തോന്നാറില്ലേ? നമ്മുടെ എല്ലാ ടെൻഷനും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നവും ഒക്കെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മറക്കാൻ പറ്റുന്നില്ലേ? അതായത് നമ്മുടെ മനസ്സൊക്കെ തുറന്നിട്ട് നമുക്കൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റും. ഇതേപോലെ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്ക് നിങ്ങൾ ഇതേപോലെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളെ വിട്ടിട്ട് ഒരിക്കലും പോകത്തില്ല. പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് മാക്സിമം മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. അതായത് പരദൂഷണം, ഏഷണി, കുശുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ട എന്ന് വെക്കണം. ഇത് മാത്രമല്ല, നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതേപോലെ ഒരു ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ ഇട്ടിട്ട് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ പോസിറ്റീവ് എനർജി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആരും ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ട് പോവത്തില്ല. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് കമന്റ്, ഇപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹേർട്ട് ഇട്ടാലും ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും എന്തെങ്കിലും ഒരു കമന്റ് ഇടണേ. കാരണം നിങ്ങളുടെയൊക്കെ ഒരു കുഞ്ഞ് കമന്റ് എന്ന് പറയുന്നത് എനിക്ക് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ കമന്റിലേക്ക് ഇത് എന്തിരിക്കുന്നു എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്കൊരു കുഞ്ഞ് കമന്റ് കാണുമ്പോഴത്തേക്ക് അത്രയും സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് ഇടണേന്ന്. അപ്പൊ കമന്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഇട്ടോ, എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹേർട്ടായാലും മതിയേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ടൈം ആൻഡ് കെയർ ആണ്. അതായത് എത്ര ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എത്ര സമയം സംസാരിക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരെ നിങ്ങൾ എത്രമാത്രം കേൾക്കുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് തുടങ്ങി എല്ലാം വരുന്നതാണ് ദാ ഈ ഒരു കാര്യം. അതേപോലെ തന്നെയാണ് കെയറിങ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് പൊതുവെ അവരിങ്ങനെ കെയർ ഒക്കെ ചെയ്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ് ഈ ഒരു കെയറിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്നും, അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേൾക്കുക, അവർക്ക് വേണ്ടത്ര കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളും ഒരിക്കലും നിങ്ങളുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകത്തില്ല. അവരെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മുടെ അല്ലാത്ത ലൈഫിലും ഇത് എല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ചില വ്യക്തികളുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മുടെ സഹായം ഒക്കെ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നന്ദി അല്ലെങ്കിൽ താങ്ക്സ് അത് പറയാവുന്നതാണ്. നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഫീല് അത് നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരാളോട് എന്തെങ്കിലും നന്ദിയോ അല്ലെങ്കിൽ ഇപ്പോൾ താങ്ക്സ് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നിങ്ങളത് പറയുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ നാണക്കേടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അതിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി, ഫ്രണ്ട്സ് അവരുടെ കാര്യത്തിലോ ആണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താങ്ക്സ് പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരിക്കലും നിങ്ങളെ താഴ്ത്തുകയല്ല ചെയ്യുക. നിങ്ങളൊരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു നന്ദി പറയുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം അത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നീ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് ടൈമും അല്ലെങ്കിൽ കുറച്ച് കെയറൊക്കെ കൊടുക്കുക, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് പറയുക.
ഇങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തികളും ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ട് ഒരിടത്തും പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് നടക്കുന്ന ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.